ഇദ്ദേഹം പാടിയ പാട്ടുകളിൽ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? മാസ്കോഡി ഗാമ ഇവിടെ പാടിക്കഴിഞ്ഞു, പിന്നെ ഏതാണ്? എനിക്ക് ട്രാഫിക് സിനിമയില് കണ്ണെറിഞ്ഞാൽ കാണാത്തീരം എന്ന് പറഞ്ഞ സോങ്ങാണ് ഏറ്റവും ഇഷ്ടം. പ്ലീസ്, ഇനി നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സ്ഥലവും കിട്ടത്തില്ല. ദിസ് ഇസ് ദ ആക്ച്വൽ ടൈം ആൻഡ് ദിസ് ഇസ് ദ കറക്റ്റ് പോയിന്റ്. കണ്ണെറിഞ്ഞാൽ കാണാത്തീരം, കാത്തിരിപ്പ് പുത്തൻ ലോകം, കാലം നമ്മുടെ മുന്നിലൊരുക്കും കളിക്കളം കണ്ട്, പാതിരാവിൻ യവനിക നീങ്ങും, പകൽക്കിനാവുകൾ നാടകമാടും, പറഞ്ഞു വന്നാൽ ഭൂമിയുമേതോ പാവക്കൊട്ടാരം, ഇവിടെ നമുക്കുള്ളതരജന്റെ വേഷം, അലസ നിമിഷങ്ങളാമൃതിന്റെ ചഷകം, തീയും തിരയും സിരയിലെരിയുമീ തീരാകാഴ്ചകളിൽ, കണ്ണെറിഞ്ഞാൽ കാണാത്തീരം, കാത്തിരിപ്പു പുത്തൻ ലോകം, കാലം നമ്മുടെ മുന്നിലൊരുക്കും കളിക്കളം കണ്ടോ. ഓഹോ ഓഹോ എനിക്കൊരു കാര്യം മനസ്സിലായി, സോഫിക്ക് എന്തോ ചെറിയ ദേഷ്യമുണ്ട് കേട്ടോ എന്നെ മറ്റേ ഹൈ പിച്ചിൽ കൊണ്ട് പാടിക്കാന്. ചിലപ്പോൾ പറയും ഇത് അത്ര ശരിയല്ല, ഒന്നിനും പാടിക്കേ. 2-3 പ്രാവശ്യം പാടുമ്പോൾ നമുക്ക് പണിയാവുമല്ലോ. ഞാൻ പുതിയ പാട്ടുകളൊക്കെ പാടുമ്പോൾ പാടി കൊടുക്കാറുണ്ട്. ആണോ? എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഈ സ്നേഹം ഉടലെടുത്തത്? മാരേജ് കഴിഞ്ഞിട്ടാണ്. അല്ല, അദ്ദേഹം പറഞ്ഞു ലവ് മാരേജ് ആണെന്ന് പറഞ്ഞു. അല്ല, ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് ആണ്. അതെന്ത് പറ്റി പിന്നെ? ഞാൻ പറഞ്ഞു സമയമില്ലായിരുന്നു. സമയം. പുള്ളി പറഞ്ഞു ഞാൻ സോഫിയെ കണ്ടു, പ്രണയിച്ചു, അങ്ങനെയാണ് വിവാഹം നടന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല, അറേഞ്ച്ഡ് ആണ്. ആണോ? തീർച്ചയായിട്ടും. എവിടാ സ്ഥലം? എൻ്റെ വീട് ആലുവ. ആലുവ. NAD എന്ന സ്ഥലമുണ്ട്, NAD. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ആലോചന വന്നത്? എങ്ങനെയാണ് അത്? ഞാൻ ഒരു കൊച്ചിൻ ടാലന്റ് നമ്മുടെ ട്രൂപ്പിൽ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി പരിചയക്കാരിയാണ്. അപ്പോൾ ഇങ്ങനെ കസിനാണ് എൻ്റെ ഒരു സജിനി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എന്നെക്കൂട്ടി ഒരു കൊച്ചുണ്ട്, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു വീട്ടുകാർ ഓക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ ഇടയ്ക്ക് TV-ലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെന്ന് കണ്ടു, സെറ്റായി, കൊത്തിക്കൊണ്ട് വന്നു. ഞാൻ ചോദിച്ചു പോരുന്നു എൻ്റെ കൂടെ. വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷമായിട്ട് ജീവിക്കുക, മനസ്സമാധാനം, അതാണ് വലുത്. എന്തായാലും ഈ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ കലാകാരന്മാർക്ക് പാട്ട് അതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെയാണ്. എന്തായാലും കുറെ പച്ച പിടിച്ച് വരുന്നുണ്ട് ഇപ്പോഴും അല്ലേ, കുറെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. ലോകം മുഴുവൻ പോയിട്ടില്ലേ? ഏകദേശം കുറേ രാജ്യങ്ങൾ പോയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനിയും അതുപോലത്തെ രാജ്യങ്ങൾ പറക്കാൻ സാധിക്കട്ടെ. ഓക്കെ. ഇപ്പം ബിപിൻ നേരത്തെ പറഞ്ഞല്ലോ SPB സാറുമായിട്ട് ബഹ്റിനിലൊരു ഷോ ആയിരുന്നു. അതിൽ ഹമ്മ ഹമ്മ എന്ന പാട്ട് പാടിയപ്പോൾ ഉണ്ടായ അനുഭവം എന്താണ് സാർ? അത് സാധാരണ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ഗൾഫിലൊക്കെ ഓഡിറ്റോറിയത്തിലായിരിക്കും, അറിയാലോ. ഇത് ഒരു ഓപ്പൺ പാർക്കിലായിരുന്നു പരിപാടി. അപ്പോൾ നമ്മുടെ മലയാളി ഓഡിയൻസിൻ്റെ കൂടാതെ അവിടെ കുറച്ച് അറബിക് പിള്ളേർ വന്നിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ അറബിക് കടലോരം അത് പാടി, അമ്മ 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 അമ്മ, പിന്നെ അറബിക് കടലോരം പാടി. അപ്പോൾ പിള്ളേര് ഓർക്കുമ്പോൾ അറബിക് കടലോരം. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞപ്പോൾ 1-2 പേര് എന്നോട് വന്ന് ചോദിച്ചു, അവരുടെ ഭാഷയിലെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും ഐ ഡോണ്ട് നോ അറബി. അപ്പോൾ ഞാൻ ചോദിച്ചു കമ്മിറ്റിക്കാരോട്. അപ്പോൾ അവര് അറബി വന്നിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടാണ് ചോദിച്ചത്, ഈ അറബി അറിയാമെന്ന് ചോദിച്ചത്? ഇല്ല, പിള്ളേർ അവർ ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തു. പിള്ളേരാണെങ്കിലും നല്ല ശക്തിയാ, അങ്ങനെയാണ് പിടിച്ചത് ചോദിച്ചത്. ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ ഇന്ത്യൻ സോങ് ഫ്രം ദ മൂവി ബോംബെ. ബട്ട് വൈ അറബി? വൈ അറബി അല്ലേ? അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കടലിനെ കുറിച്ച്, അറബിക്കടൽ, അങ്ങനെ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, തടിയൂരി. ഇല്ലെങ്കിൽ അവന്മാരെടുത്തിട്ട് സൂപ്പാക്കിയാന്. കാരണം ഇത് എന്താ കാര്യം എന്നറിയാം, പല പാട്ടുകാർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെ പോയിട്ട് ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ പാടുക അല്ലെങ്കിൽ നാടകങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ അത് എതിരായിട്ട് ആ കൺട്രിക്ക് എതിരായിട്ടുള്ള ഒരു സംഭവമാണെന്ന് നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അവർ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇവരെ പിടിച്ചകത്തിടുകയും ചെയ്യും. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി അറബി കടലോടം പാടുമ്പോഴത്തേക്ക് വേണമെങ്കിൽ അഴബി എന്ന് പഠിക്കും, ആ റാ വ്യക്തമാക്കണം, വേറെ എന്തെങ്കിലും ആ ഒരു സ്റ്റൈലിൽ അതൊന്ന് പാടിയില്ലെങ്കിൽ. ഇനി ആ അനുഭവം വെച്ചിട്ട് ആ പാട്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ എങ്ങനെ പാടും? എത്ര കടലുകളുണ്ട്?
അറബിക്കടലിലെ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ എന്തായാലും ഇന്ത്യയെ കുറിച്ച് പാടിക്കഴിഞ്ഞാൽ കുഴപ്പം വരത്തില്ല. ഈ പാട്ട് ഇതാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ പാടുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങ് പാടിയാൽ മതി. അത് നോക്കി. ഹമ്മ 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 ഹേ ഹമ്മ 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 அந்த இந்தியன் கடலோரம் அழகை கண்டேனே, அந்த கன்னி தென்றல் ஆட வெளுக்க கண்கள் கண்டேனே. ஹம்மா ஹம்மா ஹம்ம 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 ஏ ஹம்மா ஓ ஹம்மா ஏ ஹம்ம ஹம்ம ஹம்மா உன் பள்ளி தாமரே உன் பாதம் கண்டேனே, உன் பட்டு தாவணி சரிய சரிய நீதம் கண்டேனே. ஹம்மா ஹம்மா ஹம்ம 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 ஏ ஹம்மா ஓ ஹம்மா ஏ ஹம்ம 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 ஏ ஹம்மா ஓ ஹம்மா ஏ ஹம்ம 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 ஏ ഹമ്മ ഹമ്മ ഹമ്മ. അപ്പോൾ അത് ഇന്ത്യൻ കടലോരമായി. ഫിക്സ് ആയി. ഇങ്ങനൊക്കെ ബുദ്ധി വേണം, സന്ദർഭം അല്ലേ സോഫിയ? പാടി രക്ഷപ്പെടാൻ വേണ്ടി. സംഗീത പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് വിപിൻ്റെ. അച്ഛൻ യേശുദാസിനോടൊപ്പം പാടിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ബന്ധം ഒന്ന് പറയാം? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പച്ചി ദാസേരനോട് ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. ദാസേരൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു കുരിശുവരുണ്ട്, അവിടെ പാടാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള അച്ഛൻ സാധാരണഗതിയിൽ പാടുമ്പോൾ ഏതാണ് മെയിനായിട്ട് പാടുന്നൊരു പാട്ട്? പുള്ളി കൂടുതലും റഫി സാബിൻ്റെ പാട്ടുകളാണ് പാടുന്നത്. ആണ്. ഏത് പാട്ടാണ്? ബഹാരോ ഫൂൽ ബർസാവോ मेरा महबूब आया है, मेरा महबूब आया है, हवाओं रागने गाओ, मेरा महबूब आया है, मेरा महबूब आया है. എന്താ പാട്ടുകളല്ലേ? സോഫിക്ക് രണ്ടുപേര് പാടിക്കൂടെ? അയ്യോ വേണ്ട സാർ, എന്തെങ്കിലും വേണ്ട, വെറുതെ ഉള്ള പാടത്തില്ലേ? മുളിപ്പാട്ട് പാടത്തില്ലേ? ഞാൻ ഇതുവരെ കേട്ടല്ല.